എൻ്റെ പേര് ഷഹന, സ്ഥലം കൂടല്ലൂർ. ഞാൻ ചെയ്യുന്നത് പിസ്താച്ചിയോ കുനാഫ ചീസ് കേക്ക്. ചീസ് കേക്കിന് ഉണ്ടാക്കാനുള്ള ബട്ടർ ഇട്ട് കൊടുക്കാം. മെൽറ്റ് ചെയ്ത് ബട്ടർ ബിസ്ക്കറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കഴിഞ്ഞാൽ ഇത് നമുക്ക് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ബിസ്ക്കറ്റ് ബട്ടർ മിശ്രിതം മാറ്റാം. ലെവൽ ചെയ്ത് കൊടുക്കാം. 100 ഗ്രാം ചീസ് ക്രീം ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. പിസ്താച്ചിയോ സ്പ്രെഡ് ഇട്ട് കൊടുക്കുക. ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ബിസ്ക്കറ്റ് സെറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ബാക്കിയുള്ള ബാറ്റർ വെച്ച് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ സെറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് പാല് തിളപ്പിച്ചെടുക്കാം. സ്പഞ്ച് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ് അരിച്ച് വെക്കാം. മൈദ 1/4 കപ്പ്. സ്പഞ്ചിലേക്കുള്ള മൈദ അരിച്ച് വെച്ചു. ഇനി അതിൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ എന്നിവ നന്നായിട്ട് അരിച്ച് മിക്സ് ചെയ്ത് 2 പ്രാവശ്യം അരിച്ച് വെക്കാം. മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അടുത്തതായി അതിനുള്ള ബാറ്റർ തയ്യാറാക്കാനായിട്ട് 5 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. പൊടിച്ച പഞ്ചസാര 1/4 കപ്പ് ചേർത്ത് കൊടുക്കണം. ബീറ്റ് ചെയ്ത് തുടങ്ങാം. പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുക്കുക. കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം മിക്സ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ബാറ്റർ ഇനി നമുക്ക് ഓവനിൽ വെച്ചിട്ട് 35 മിനിറ്റ് ബേക്ക് ചെയ്യാം. അടുത്തതായിട്ട് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. പിസ്താച്ചിയോ കുനാഫോഡോ റെഡിയാക്കി എടുക്കാം. അതിനായി 50 ഗ്രാം ബട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുനാഫ ഇട്ട് കൊടുക്കാം. ബട്ടറിലേക്ക് കുനാഫ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഞങ്ങൾ വരുന്നു. ഇവിടെ എന്തായി? കുനാഫ 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 കേക്കാണ് കേട്ടോ ഇവിടെ. പിസ്താച്ചിയോ കുനാഫ ചീസ് കേക്ക്. ചീസ് കേക്ക് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശം? ജാപ്പനീസ്. ഓ, അവിടെ ഒരാള് ജാപ്പനീസ് ചീസ് കേക്ക് ഇവിടെയുണ്ട്, അവിടെയുമുണ്ട്. ഇവിടെ കുനാഫ ആൻഡ് പിസ്താഷ്യോ. ബേക്ക് ചെയ്യാത്ത കേക്ക്. ഇത് ബേക്ക്ഡ് അല്ലേ? ഇതുണ്ട്, രണ്ടുണ്ട്. ഓക്കെ. അത് മറ്റേ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഏതാണ് ചീസ് കേക്ക്? വേറെ എന്താ വെച്ചിരിക്കുന്നത്? അത് പിസ്തയും ബിസ്ക്കറ്റ് എല്ലാം. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്യണം. ഇതിപ്പോൾ 2 കേക്ക് ഉണ്ട് അല്ലേ? കേക്ക് ഉണ്ട്, ചീസ് കേക്ക് ഉണ്ട്, പിന്നെ ഫില്ലിംഗ് ഉണ്ട്, പിസ്താച്ചിയോടെ സ്പ്രെഡ്.
ആ കേക്കും സെയിം അല്ലേ? ആ അതെ അതെ അതെ. അപ്പോൾ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. നടക്കട്ടെ. ശരി. പിസ്താച്ചിയോ കുനാഫ റെഡിയാക്കി എടുക്കാം. മെൽറ്റ് ചെയ്ത ബട്ടറിലേക്ക് കുനാഫ ഇട്ട് കൊടുത്തു. മെൽറ്റ് ആയതിനു ശേഷം പിസ്താച്ചിയോ സ്പ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിസ്താച്ചിയോ കുനാഫ പാത്രത്തിലേക്ക് മാറ്റാം. സ്പഞ്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം. ഇതിലേക്ക് മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമുമുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കുക. ശേഷം പിസ്താച്ചിയോ സ്പ്രെഡ് ഇട്ട് കൊടുക്കുക. ക്രീം തേച്ച് കൊടുക്കുക. ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചീസിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. ശേഷം ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്യാൻ വെച്ചോ? അപ്പോൾ കാണാനില്ല. ചില്ലറിലേക്ക് മാറ്റി. അത് സെറ്റായിട്ട് എത്ര ടൈം കൂടെ വേണ്ടി വരും? ഒരു 10-20 മിനിറ്റ്. ഇതും കുനാഫ, പിസ്താച്ചിയോ കുനാഫ ചീസ് കേക്ക്. ഇതൊക്കെ ടേസ്റ്റ്, ഈ കാര്യങ്ങൾക്കൊക്കെ ടേസ്റ്റ് ഭയങ്കരമാണ്. രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഫ്യൂഷനും കറക്റ്റായിട്ട് വന്ന ടേസ്റ്റ്. ഇതുണ്ടാക്കാറുണ്ടോ സ്ഥിരം? ഉണ്ടാക്കാറുണ്ട്. ഓർഡേഴ്സ് ഉണ്ടോ? ഓർഡർ ഉണ്ട്. ഹോം ബേക്കേഴ്സ്. ഇത് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. പിസ്താച്ചിയോ കുനാഫ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്.